ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് ഞാൻ കഴിഞ്ഞ ദിവസം നാട്ടിലേക്ക് പോയതിൻ്റെ ഒരു ഷോർട്ട് വീഡിയോ ആണ് കേട്ടോ. അങ്ങനെ ലഗേജ് എല്ലാം കയറ്റി വിട്ടതിന് ശേഷം ഞാനൊന്ന് ഫ്രീ ആയി. അങ്ങനെ ഞാൻ നേരെ എയർപോർട്ട് ലോഞ്ചിലേക്കാണ് പോയത്. അവിടുത്തെ മോണിറ്ററിൽ ഓൾറെഡി നമ്മുടെ ഫ്ലൈറ്റിൻ്റെ നെയിമും ഗേറ്റും എല്ലാം മെൻഷൻ ചെയ്തു വരും. അപ്പോൾ വൺസ് ഗേറ്റ് ഓപ്പൺ ആകുമ്പോൾ അവർ അനൗൺസ് ചെയ്യും. അന്നേരത്തേക്ക് താഴേക്ക് പോയാൽ മതി. അതുവരെ നമുക്ക് ലോഞ്ചിലിരുന്ന് റിലാക്സ് ചെയ്യാം. പിന്നെ താഴത്തെ പോലത്തെ തിരക്ക് ഇവിടെ കാണത്തില്ല. ബഹ്റൈനിലെ എയർപോർട്ട് ലോഞ്ചിൽ പൊതുവേ തിരക്ക് കുറവായിരിക്കും. അങ്ങനെ ഞാൻ അവിടെ ഇരുന്ന് റിലാക്സ് ചെയ്തു കുറച്ച് ഫുഡ് കഴിക്കാമെന്ന് ഓർത്തു. വെറൈറ്റി ഓഫ് ഫുഡ് ഐറ്റംസ് അവിടെ ഉണ്ടായിരുന്നു. ഞാൻ കുറച്ച് റൈസ് മാത്രമാണ് കഴിച്ചത്. അതിനുശേഷം പേസ്ട്രി, ഫ്രൂട്ട്സ്, സ്വീറ്റ്സ്, ഒത്തിരി സാധനങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. കുറച്ച് പേസ്ട്രിയും ഫ്രൂട്ട്സും ഞാൻ എടുത്ത് കഴിച്ചു. അങ്ങനെ ഇതെല്ലാം കഴിച്ച് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ ഓർത്തത് ഇനി അല്പം കോഫി ആകാം. അങ്ങനെ നേരെ അവിടെ കോഫിയുടെ ഏരിയയിലോട്ട് ഞാൻ പോയി. ഏത് കോഫി വേണമെന്ന് പറഞ്ഞാൽ വിത്തിൻ സെക്കൻഡ്സ് അവർ നമുക്ക് പ്രിപ്പയർ ചെയ്ത് തരും. അങ്ങനെ പൊതുവേ ഞാൻ അവിടെ എപ്പോൾ പോയാലും ക്യാപ്പച്ചിനോ ആണ് ട്രൈ ചെയ്യാറ്. അങ്ങനെ ഞാൻ ആദ്യം ഒരു ക്യാപ്പച്ചിനോ കുടിച്ചു. അങ്ങനെ കുറച്ച് സമയങ്ങൾക്ക് ശേഷം അങ്ങനെ രണ്ടാമത്തെ ക്യാപ്പച്ചിനോയും ഞാൻ ഫിനിഷ് ചെയ്തു. അങ്ങനെ ഞാൻ ലോഞ്ചിൻ്റെ ഉള്ളിലോട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാൻ തുടങ്ങി. എൻ്റെ മൊബൈൽ ഫോൺ അവിടെ ചാർജ് ചെയ്ത് വെച്ചായിരുന്നു. താഴെയാണെങ്കിൽ പൊതുവെ തിരക്കായിരിക്കും. നമുക്ക് ഫോൺ ചാർജ് ചെയ്യാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ലോഞ്ചിലാകുമ്പോൾ നമുക്ക് ഫോൺ ചാർജ് ചെയ്യാൻ വെച്ചിട്ട് അവിടെ റിലാക്സ് ആയിട്ട് ഇരിക്കുകയും ചെയ്യാം. അവിടെ എൻട്രൻസിലായിട്ട് നല്ല ഭംഗിയുള്ള ഒരു പിയാനോ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അത് പ്ലേ ചെയ്യരുതെന്ന് ഓൾറെഡി അവരവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. എനിക്ക് എനിവേ പ്ലേ ചെയ്യാനൊന്നും അറിയത്തൊന്നുമില്ല. ഞാൻ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കി. നല്ല ഭംഗിയുണ്ട് ഈ പിയാനോ കാണാനെന്ന് ഞാൻ ഓർത്തു. അപ്പോഴാണ് എൻ്റെ ഗേറ്റ് ഓപ്പൺ ആയെന്നുള്ള സെക്കൻഡ് അനൗൺസ്മെൻ്റ് ആണ് ഇപ്പം ഈ വന്നതെന്ന് എനിക്ക് മനസ്സിലായത്. അങ്ങനെ ഞാൻ വേഗം ലിഫ്റ്റിൽ താഴോട്ട് ഇറങ്ങി. ഇനി പയ്യെ നിന്നിട്ട് കാര്യമില്ല, സ്പീഡിൽ നടക്കേണ്ടിയിരിക്കുന്നതെന്ന് ഞാൻ തന്നെ ഓർത്തു. അപ്പോഴാണ് ഞാൻ ശ്രദ്ധിച്ചത് എന്നെപ്പോലെ തന്നെ സ്പീഡിൽ നടന്നു പോകുന്ന വേറൊരു പുള്ളിയെ ഞാൻ കണ്ടു. അങ്ങനെ ഞാൻ വളരെ പെട്ടെന്ന് തന്നെ ഫ്ലൈറ്റിലേക്ക് കയറി. വിൻഡോ സൈഡിലായിരുന്നു ഞാൻ ഇരുന്നത്. വിൻഡോ സൈഡിൽ ഇരുന്ന് കഴിഞ്ഞാൽ ഫ്ലൈറ്റ് ലാൻഡ് ആവുന്ന സമയത്തെല്ലാം പുറത്തുള്ള കാഴ്ചകൾ വളരെ മനോഹരമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. വിത്തിൻ 45 മിനിറ്റ്സ് ഞാൻ അബുദാബി എയർപോർട്ടിൽ ലാൻഡ് ചെയ്തു. അത് വളരെ വ്യത്യസ്തമായ ഒരു അനുഭവം കൂടെയായിരുന്നു. ക്രിസ്മസിൻ്റെ വരവറിയിക്കുന്ന രീതിയിലുള്ള ഒരുക്കങ്ങൾ അവിടെയും ഉണ്ടായിരുന്നു കേട്ടോ. ഗ്രീനിഷ് കളറിലുള്ള ട്രീസ് അല്ലായിരുന്നു, ഗോൾഡൻ കളറിലുള്ള ക്രിസ്മസ് ട്രീ അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ അവിടെ നിന്ന് നടന്ന് നീങ്ങി. ഒരു നല്ല ഭംഗിയുള്ള ഒരു ഒട്ടകത്തിൻ്റെ രൂപവും ഞാൻ അവിടെ ഒരു കടയുടെ മുൻപിൽ കണ്ടായിരുന്നു. അങ്ങനെ അതിനുശേഷം ഞാൻ നടന്ന് നീങ്ങാൻ തുടങ്ങി. അപ്പോഴാണ് എൻ്റെ ഗേറ്റ് ഓപ്പൺ ആയെന്നുള്ള അനൗൺസ്മെൻറ്റ് ഞാൻ കേട്ടത്. അപ്പോൾ ഞാൻ സ്പീഡിൽ അങ്ങോട്ട് നടക്കാൻ തുടങ്ങി. അവിടെയും പൊതുവെ തിരക്ക് കുറവായിരുന്നു കേട്ടോ. നാട്ടിലേക്ക് പോകുന്നതിൻ്റെ വല്ലാത്തൊരു എക്സൈറ്റ്മെൻറ്റ് എനിക്കുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ വളരെ പെട്ടെന്ന് തന്നെ ലാൻഡ് ചെയ്തു.